എല്ലാ മാന്യ പ്രേക്ഷകർക്കും മല്ലു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ്. അറബിക്കടലിന്റെ തീരത്ത് വെളുത്ത മണൽത്തരികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന, ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസി സ്വന്തമായുള്ള ആ കൊച്ചുരാജ്യത്തിന്റെ കഥ തേടി കുവൈറ്റ്. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഒരു ഭൂതകാലത്തിൽ നിന്നും ആധുനികതയുടെയും ആഡംബരത്തിന്റെയും കൊടുമുടിയിലേക്ക് ആ രാജ്യം എങ്ങനെയാണ് വളർന്നത്? അത് വെറുമൊരു വളർച്ചയല്ല, മറിച്ച് നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന ഒരു മഹായാത്രയാണ്. നമുക്ക് ഏകദേശം 100 വർഷം പുറകോട്ടു പോകാം. 1900ങ്ങളുടെ തുടക്കം. ഇന്നത്തെ കുവൈറ്റ് സിറ്റിയുടെ ആഡംബര ഗോപുരങ്ങളോ കണ്ണഞ്ചിപ്പിക്കുന്ന ഹൈവേകളോ അന്നവിടെയില്ല. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന കാറ്റും പരുക്കൻ മണൽക്കുന്നുകളും മാത്രമായിരുന്നു കുവൈറ്റിന്റെ അടയാളം. കുവൈറ്റിലെ ജനങ്ങൾ അന്ന് ജീവിക്കാൻ പ്രധാനമായും 2 വഴികളാണ് കണ്ടെത്തിയിരുന്നത്. ഒന്ന്, ആഴക്കടലിലെ മുത്തുവാരിക്കൽ, പേൾ ഡൈവിംഗ്. 2, സമുദ്രത്തിലൂടെയുള്ള കച്ചവടം. മഴയില്ലാത്ത, കൃഷി ചെയ്യാൻ കഴിയാത്ത ആ മണ്ണിൽ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായിരുന്നു. വേനൽക്കാലമായാൽ കുവൈറ്റിലെ പുരുഷന്മാർ ദൗ എന്ന് വിളിക്കുന്ന തടിപ്പടവുകളിൽ കടലിലേക്ക് തിരിക്കും. മാസങ്ങളോളം നീളുന്ന യാത്ര. കടലിന്റെ ആഴങ്ങളിലേക്ക് ശ്വാസമടക്കി പിടിച്ച് അവർ ഊളിയിടും. അവരുടെ കയ്യിൽ ഒരു വലയും മൂക്കിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു ക്ലിപ്പും മാത്രമേ ഉണ്ടാകൂ. തിമിംഗലങ്ങളോടും സ്രാവുകളോടും പൊരുതി അവർ കൊണ്ടുവരുന്ന ഓരോ മുത്തും അവരുടെ കുടുംബത്തിന്റെ വിശപ്പടയ്ക്കാനുള്ള മാർഗമായിരുന്നു. എന്നാൽ ആ കഠിനാധ്വാനത്തിന് ലഭിച്ചിരുന്ന പ്രതിഫലം വളരെ തുച്ഛമായിരുന്നു. പലപ്പോഴും കടലിൽ പോയവർ തിരിച്ചു വരാറില്ല. കടൽക്ഷോഭത്തിലും രോഗങ്ങളിലും പെട്ട് പല ജീവനുകളും ആഴക്കടലിൽ പൊലിഞ്ഞുപോയി. ബാക്കിയായവർ ദാരിദ്ര്യത്തോടും പട്ടിണിയോടും പൊരുതിക്കൊണ്ടിരുന്നു. 1920കളിൽ ജപ്പാൻ കൃത്രിമ മുത്തുകൾ, കൾച്ചേർഡ് പേൾസ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ കുവൈറ്റിന്റെ ഏക വരുമാന മാർഗമായിരുന്ന മുത്തുവ്യാപാരം തകർന്നു. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ജനങ്ങൾ പട്ടിണിയിലായി, പലരും നാടുവിട്ടുപോയി. എന്നാൽ ഈ ഇരുണ്ട കാലഘട്ടത്തിനു പിന്നിൽ ഒരു വലിയ വെളിച്ചമൊളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. 1930കളുടെ മധ്യത്തിൽ കുവൈറ്റിന്റെ മണ്ണിൽ കറുത്ത സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിദഗ്ധർ കണ്ടെത്തി. 1938 ഫെബ്രുവരി 22-ന് കുവൈറ്റിലെ ബുർഗാൻ എന്ന സ്ഥലത്ത് ആദ്യമായി എണ്ണ പര്യവേക്ഷണം വിജയിച്ചു. ഭൂമി പിളർന്ന് കറുത്ത ദ്രാവകം ആകാശത്തേക്ക് ചീറ്റിത്തെറിച്ചപ്പോൾ അത് വെറുമൊരു എണ്ണയായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ വിധിയെഴുത്തായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സന്തോഷത്തിന് അധികമായുസ്സുണ്ടായില്ല. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ എണ്ണ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടിവന്നു. വീണ്ടും കുവൈറ്റ് കാത്തിരിപ്പിലായി. 1946 ജൂൺ 30-ന് ലോകമഹായുദ്ധത്തിനു ശേഷം കുവൈറ്റ് ഭരണാധികാരിയായിരുന്ന ഷേഖ് അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ആദ്യത്തെ എണ്ണ കയറ്റുമതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വെള്ളി നിറത്തിലുള്ള ഒരു വാൽവ് അദ്ദേഹം തിരിച്ചപ്പോൾ കുവൈറ്റിന്റെ ചരിത്രം എന്നേക്കുമായി മാറിമറിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപങ്ങളിലൊന്നാണ് തന്റെ രാജ്യത്തിന്റെ മണ്ണിലുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എണ്ണപ്പണം ഒഴുകാൻ തുടങ്ങിയതോടെ കുവൈറ്റ് ഒരു വലിയ നിർമ്മാണശാലയായി മാറി. 1950കളിൽ ഷെയ്ഖ് അബ്ദുല്ല അൽ സലീം അൽ സബാഹ് ഭരണത്തിലേറിയതോടെയാണ് ആധുനിക കുവൈറ്റിന്റെ ശില്പവേലകൾ ആരംഭിച്ചത്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന പണം ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കുവൈറ്റിലെ ഓരോ പൗരനും സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ, മികച്ച പാർപ്പിട സൗകര്യങ്ങൾ എന്നിവ അദ്ദേഹം ഉറപ്പാക്കി. മരുഭൂമിയിലെ കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന ജനത ആധുനിക വില്ലകളിലേക്കും നഗരങ്ങളിലേക്കും മാറി. 1960കളിലും 70കളിലും കുവൈറ്റ് ഗൾഫ് മേഖലയിലെ സാംസ്കാരികവും സാമ്പത്തികവുമായ തലസ്ഥാനമായി മാറി. ഗൾഫിലെ പാരീസ് എന്നാണ് കുവൈറ്റ് അന്നറിയപ്പെട്ടിരുന്നത്. കലയും സാഹിത്യവും സിനിമയും അവിടെ തഴച്ചു വളർന്നു. ഗൾഫിൽ ആദ്യമായി പാർലമെന്ററി സംവിധാനവും ഭരണഘടനയും നിലവിൽ വന്നത് കുവൈറ്റിലായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കുവൈറ്റിലേക്ക് തൊഴിൽ തേടിയൊഴുകി. അവർ കുവൈറ്റിന്റെ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ ഏതൊരു കഥയിലും ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടാകുമല്ലോ. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു 1990 ഓഗസ്റ്റ് 2. അയൽരാജ്യമായ ഇറാഖ് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ കുവൈറ്റിനെ ആക്രമിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ കുവൈറ്റ് കീഴടക്കപ്പെട്ടു.
നഗരങ്ങൾ തകർക്കപ്പെട്ടു, എണ്ണക്കിണറുകൾക്ക് തീയിട്ടു, ആകാശം കറുത്ത പുക കൊണ്ട് മൂടി. 7 മാസത്തോളം നീണ്ടുനിന്ന ക്രൂരമായ അധിനിവേശം. കുവൈറ്റ് എന്ന രാജ്യം ഭൂപരിൽ അന്നിയില്ലാതാകുമോ എന്ന് ലോകം ഭയപ്പെട്ടു. പക്ഷേ കുവൈറ്റിലെ ജനങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അന്താരാഷ്ട്ര സഖ്യസേനയുടെ സഹായത്തോടെ 1991 ഫെബ്രുവരിയിൽ കുവൈറ്റ് സ്വതന്ത്രമായി. യുദ്ധം തകർത്തുകളഞ്ഞ മണ്ണിലേക്ക് മടങ്ങിയെത്തിയ കുവൈറ്റുകൾ കണ്ടത് കത്തിയെരിയുന്ന എണ്ണക്കിണറുകളും തകർന്നുപോയ നഗരങ്ങളുമാണ്. എന്നാൽ തളരാതെ അവർ വീണ്ടും പടുത്തുയർത്താൻ തുടങ്ങി. എണ്ണക്കിണറുകളിലെ തീയണച്ചു, കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചു. വെറും 10 വർഷത്തിനുള്ളിൽ കുവൈറ്റ് പഴയതിനേക്കാൾ പ്രതാപത്തോടെ തിരിച്ചുവന്നു. ഇന്ന് കുവൈറ്റ് ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യങ്ങളിലൊന്നാണ്. കുവൈറ്റ് ദിനാർ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസിയായി തുടരുന്നു. അത്യാധുനികമായ ആശുപത്രികൾ, ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ, ജാബർ ബ്രിഡ്ജ് പോലുള്ള വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികൾ എന്നിവ കുവൈറ്റിന്റെ ഇന്നത്തെ മുഖമാണ്. പണ്ട് മുത്തുവാരാൻ പോയിരുന്ന കടൽത്തീരങ്ങളിൽ ഇന്ന് ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ കുടിച്ചൊരു ജനത എണ്ണയുടെ കരുത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച കഥയാണിത്. പ്രകൃതി വിഭവങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ഒരു രാജ്യത്തിന് എത്രത്തോളം വളരാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് കുവൈറ്റ്. മണലാരണ്യത്തിലെ ആ പഴയ കൂടാരങ്ങളിൽ നിന്ന് ഇന്നത്തെ ആഡംബര നഗരങ്ങളിലേക്കുള്ള ദൂരം കുവൈറ്റുകളുടെ കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ചരിത്രമാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. കുവൈറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളോ അഭിപ്രായങ്ങളോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദവും രസകരവുമായ കഥകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. മറ്റൊരു മികച്ച വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.